ജയ്പൂരിലുള്ള ജന്തർ മന്ദിറിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഈ ജന്തർ മന്ദിറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ സമയം നോക്കാനായിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റീസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല തരത്തിലുള്ള സമയം നോക്കാനുള്ള കാര്യങ്ങൾ അവർ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജസ്ഥാനിലെ ജയ്പൂരിൻ്റെ സ്ഥാപകനായ രജപുത്ര രാജാവായ സവായ് ജയ്സിംഗ് നിർമ്മിച്ച 19 ജ്യോതിശാസ്ത്ര ഉപകരണങ്ങളുടെ ഒരു ശേഖരമാണ് ഈ ഒരു ജന്തർ മന്ദിർ എന്ന് പറയുന്നത്. അതുപോലെ 1734 ഈ ഒരു സ്മാരകം പണി പൂർത്തീകരിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ശിലാസണ്ടൽ ആയി ഇത് ഇന്ന് അവതരിപ്പിക്കുന്നു. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലവുമാണ്. സിറ്റി പാലസിനും ഹവാമഹലിനും സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉപകരണങ്ങൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് ജ്യോതിശാസ്ത്ര സ്ഥാനങ്ങൾ നിരീക്ഷിക്കാൻ അനുവദിക്കുന്നു. പല നാഗരികതകളും പങ്കിട്ട ടോളമിയുടെ സ്ഥാന ജ്യോതിശാസ്ത്രത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ നിരീക്ഷണാലയം. സാധാരണക്കാരായ ജനങ്ങൾക്ക് പെട്ടെന്ന് ഒറ്റ കാഴ്ചയിൽ മനസ്സിലാക്കുന്ന തരത്തിലല്ല ഈ ഓരോ നിർമ്മിതികളും ഉണ്ടായിരുന്നത്. കാരണം ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അടുത്ത് പോയിട്ട് വളരെ സൂക്ഷ്മതയോടെ നോക്കിയാൽ മാത്രമേ ഇതിലുള്ള ഓരോ മെഷർമെൻറ്റ്സും മനസ്സിലാവുകയുള്ളൂ. സ്കെയിലുള്ള അളവ് പോലെയാണ് മെഷർമെൻറ്റ്സ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ പലതരത്തിലുള്ള മെഷർമെൻറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ഓരോ നിർമ്മിതിയെ പറ്റിയും വ്യക്തമായ കാഴ്ചപ്പാട് കാഴ്ചക്കാർക്ക് കിട്ടുന്നതിനായിട്ട് അവിടെ ഒരു ബോർഡിൽ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷമാർന്ന രാജസ്ഥാൻ യാത്രയിൽ ഞങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു ഈ ഒരു ജന്തർ മന്ദിറിൻ്റെ അകത്ത് പ്രവേശിച്ചപ്പോൾ. കാരണം ഒരുപാട് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഉള്ളത്. മക്കൾക്കൊക്കെ കാണുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അറിയാത്ത പല കാര്യങ്ങളും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലായിരുന്നു ഈ ഓരോ നിർമ്മിതികളും ഉണ്ടായിരുന്നത്. ഞങ്ങളൊന്നും പഠിക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റിയൊന്നും വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ബുക്ക് നോക്കി വായിച്ച ആ ഒരു ചരിത്രം മാത്രമേ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ആ ഒരു തീക്ഷ്ണമായിട്ടുള്ള ആ ഒരു അറിയാനുള്ള ചിന്താഗതിയൊന്നും ഞങ്ങൾക്കൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല. പിന്നെ ഈ ഒരു സ്മാരകത്തെ പറ്റി പറയുകയാണെങ്കിൽ 3 പ്രധാന ക്ലാസിക്കൽ ഖഗോള കോർഡിനേറ്റ് സിസ്റ്റങ്ങളിൽ ഓരോന്നിലും പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഈ സ്മാരകത്തിൻ്റെ സവിശേഷതയാണ്. ചക്രവാള ഉന്നത ലോക്കൽ സിസ്റ്റം, ഇക്വറ്റോറിയൽ സിസ്റ്റം, അതുപോലെ തന്നെ എക്ലിപ്റ്റിക് സിസ്റ്റം. ഇതാണ് ആ 3 സിസ്റ്റംസ്. 2 സിസ്റ്റങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് കന്മല യന്ത്രപ്രാകാര. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സൺഡിയൽ ഇതിനുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ സ്മാരകത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമേച്വർ ജ്യോതിശാസ്ത്രജ്ഞനായ മേജർ ആർതർ ഗാരറ്റിൻ്റെ മേൽനോട്ടത്തിൽ ജയ്പൂർ ജില്ലയിൽ അസിസ്റ്റന്റ് സ്റ്റേറ്റ് എഞ്ചിനീയറായി നിയമിതനായ സമയത്ത് ആദ്യകാല പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. ഈ കാണുന്ന ഈ ഒരു കർവ് സ്ട്രക്ചർ നമ്മുടെ ഭൂമിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു സ്റ്റെപ്പ് മോഡലിൽ കൊടുത്തേക്കുന്നത് ഭൂമിയുടെ അച്ചുതണ്ടിനെയാണ് ആ ഒരു സ്റ്റെപ്പ് ടൈപ്പിലൂടെ കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്നതൊക്കെ
റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോന്നും ഓരോ നക്ഷത്രങ്ങളാണ്. ഒറ്റ നോട്ടത്തിൽ നമ്മൾ വിചാരിക്കും ഇതൊക്കെ സ്ട്രക്ചേഴ്സ് ഒന്ന് തന്നെയാണെന്ന്, പക്ഷേ ഇതൊക്കെ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് കാണാൻ പറ്റുന്നതെങ്കിലും ഇവിടെ നമുക്കിത് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് എല്ലാം ഒരുപോലെ തന്നെയാണ് തോന്നുന്നത്. ഇത് ഓരോന്നും നക്ഷത്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് കപാലി യന്ത്രം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ സിസ്റ്റങ്ങളിലെ ആകാശഗോളങ്ങളുടെ കോർഡിനേറ്റുകൾ അളക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. ആകാശത്തിലെ ഏത് ബിന്ദുവും ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ദൃശ്യപരമായി പരിവർത്തനം ചെയ്യാവുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. വീഡിയോ കാണുന്ന കൂട്ടത്തിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. ഈ കാണുന്നതാണ് ജയപ്രകാശ് യന്ത്ര. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആകാശത്തിൻ്റെ വിപരീത ചിത്രങ്ങൾ മാപ്പ് ചെയ്യുകയും നിരീക്ഷകനെ ഉപകരണത്തിനുള്ളിൽ സഞ്ചരിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന അടയാളപ്പെടുത്തിയ മാർബിൾ സ്ലാബുകളുള്ള 2 അർദ്ധഗോളാകൃതിയിലുള്ള ബൗൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സൺഡെയിലുകളാണ്. അതുപോലെ തന്നെ ഉയരങ്ങൾ, അസിമുത്തുകൾ, മണിക്കൂർ, കോണുകൾ, ഇഴച്ചിൽ എന്നിവ അളക്കാനായിട്ടാണ് ഈ ഒരു ജയപ്രകാശ് യന്ത്ര ഉപയോഗിക്കുന്നത്. ഈ കാണുന്നതാണ് യന്ത്രരാജ് യന്ത്ര. 2.43 മീറ്റർ വെങ്കല ജ്യോതിശാസ്ത്രം. ലോകത്തിലെ ഏറ്റവും വലുത്, വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉപയോഗിക്കുന്ന ഹിന്ദു കലണ്ടർ കണക്കാക്കുന്നു. വാദ്യങ്ങളുടെ മഹാനായ രാജാവ് എന്നർത്ഥം വരുന്ന ബൃഹത് സാമ്രാട്ട് യന്ത്രത്തിന് 88 അടി ഉയരമുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സൂര്യഘടികാരങ്ങളിൽ ഒന്നായി മാറും. ജന്തർ മന്ദിറിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക, കമൻ്റ് ഇടുക. അപ്പോൾ വേറൊരു പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഒരു ഷോർട്ട് ബ്രേക്ക്. താങ്ക്